സനീസ് ഫുഡ്സ് ആൻഡ് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ? ചൈനീസ് വട. ഈ നോമ്പ് തുറ കാലത്ത് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൂവ്. ഇതിൽ ചൈനയായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. കാബേജും ബീറ്റ്റൂട്ടും മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു വിഭവമാണിത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളിവിടെ ഒരു 2 കഷ്ണം കാബേജ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കാബേജ് സ്ലൈസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്കൊന്ന് ബീറ്റ്റൂട്ട് സ്ലൈസ് ചെയ്യാം. കാബേജും ബീറ്റ്റൂട്ടും നമ്മൾ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം. ഒരു കോപ്പ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് കുറച്ച് മൈദ ആഡ് ചെയ്യാം. കോൺഫ്ലവറിൻ്റെ നേരെ പകുതി എടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് എടുത്താൽ മതി. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും. പിന്നെ ഒരു നുള്ളു നമുക്ക് അപ്പക്കാരം, വളരെ കുറച്ച് മതി. അപ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒരു തുള്ളി വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് ടൈം എടുക്കും സെറ്റാകാൻ വേണ്ടി. വെള്ളം ഇറക്കാതുകൊണ്ട് കുറച്ച് സമയം എടുക്കും നമ്മളിത് കുഴച്ച് മാവ് രൂപത്തിലാക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ബീറ്റ്റൂട്ടും കാബേജും മൈദ കോൺഫ്ലവർ എല്ലാം കൂടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ നമ്മളിങ്ങനെ വെക്കണം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ വറുത്ത് പോരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വട ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ എണ്ണയിലിട്ട വട ഒന്ന് ചില ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പറ്റിപ്പോകും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചൈനീസ് വട ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി വടയായിട്ടുണ്ട് കേട്ടോ. തിളച്ച എണ്ണയിൽ നല്ല ക്രിസ്പി വട റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. നമ്മുടെ അടുത്ത ബാച്ച് വടയും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. കാബേജും ബീറ്റ്റൂട്ടും നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചൈനീസ് വട റെഡി ആയിട്ടോ. അല്ല ക്രിസ്പി ആയിട്ടാ. ചെറിയൊരു വലുപ്പത്തിലാക്കിയത്, കാരണം വെച്ചാൽ വലുതാക്കി പെട്ടെന്ന് തീർന്നു പോകും. നമ്മൾ ചെറിയൊരു സാധനമാക്കി നമ്മളാക്കി വലുതാക്കി തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ കുറച്ച് നേരം ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.